ഈ ഇടയ്ക്ക് ഒരു ന്യൂസ് വന്നായിരുന്നല്ലോ, നമ്മളെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഒരാൾ വാ തുറന്ന് തന്നെ ഇരുന്നു പോയ ഒരു ന്യൂസ്. അത് അയാൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, നമ്മളിപ്പം ട്രെയിനിലൊക്കെ ഒരു ലോങ് ജേണി ഭയങ്കര ദൂരെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും നോർമലി കോട്ട് ഇപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആൾ കോട്ട് ഇടുമ്പോൾ നമുക്ക് നോർമലി ഒരു കോട്ട് ഇടാനുള്ള ടെൻഡൻസി ഉണ്ടാവും, ഇത്രയും ദൂരം നമ്മൾ ടയേർഡായിട്ട് യാത്ര ചെയ്യുമ്പോൾ. അപ്പോൾ ആ ആളിനും അതേമാതിരിയാണ് ഉണ്ടായത്. ആളിങ്ങനെ ചാരി ഇരുന്നിട്ട് നന്നായിട്ട് വാ വലിച്ച് കോട്ട് ഇട്ടതിന് ശേഷം തിരിച്ചയാൾക്ക് വാ അടയ്ക്കാൻ പറ്റിയില്ല. അങ്ങനെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി ഒരു ഡോക്ടറിൻ്റെ സഹായത്തോടെയാണ് പിന്നീട് അയാളുടെ TMJ കറക്റ്റായിട്ടും പിടിച്ചിട്ടത്. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, നമുക്കിവിടെ ഒരു മാൻഡിബിൾ, താഴത്തെ താടിയല് ഇവിടെ ഒരു ജോയിൻറ്റുമായിട്ട് ആണ് ആർട്ടിക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മൂവ്മെൻറ്റ്സ് ഒക്കെ അതിലാണ് നടക്കുന്നത്. അപ്പം നമ്മൾ വാ വലിച്ച് തുറക്കുന്ന ഒരു ടൈമിൽ ഈ മാൻഡിബിൾ കുറച്ച് ഫ്രണ്ടിലോട്ട് ഡിസ്ലൊക്കേറ്റ് ആയി പോകുമ്പോൾ പിന്നെ കറക്റ്റ് തിരിച്ചതിന് ആ പൊസിഷനിൽ വന്ന് ചേരാൻ പറ്റാത്തൊരവസ്ഥ വരും. അതിനെയാണ് TMJ ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കണ്ടീഷനാണ് ആളിനും ഉണ്ടായത്. പിന്നെ ഒരു ഡോക്ടറിൻ്റെ സഹായത്തോടെ മാത്രമേ നമുക്കത് തിരിച്ച് പിടിച്ച് കറക്റ്റ് പൊസിഷനിൽ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ട്രെയിനിലൊക്കെ ഒരുപാട് ദൂരം യാത്ര ചെയ്യുന്ന ആൾക്കാർ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. കോട്ട് ഇടുമ്പോൾ ഭയങ്കര വലിച്ച് തുറക്കാതിരിക്കാൻ നോക്കുക. കാരണം അതൊരു മെഡിക്കൽ കണ്ടീഷനാണ്. TMJ ഡിസ്ലൊക്കേഷൻ വരാനുള്ള ചാൻസ് ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഒക്ലൂഷ്യൽ മാൽഫോർമേഷൻസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെ TMJ പ്രോബ്ലം വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. എൻ്റെ പേര് ഡോക്ടർ അൻസി നജീമ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്.